തന്റെ പിടലിക്ക് ആരോ പിടിച്ചതുപോലെ കറുപ്പുസ്വാമിക്ക് തോന്നി. അവൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. ഭൂമിയിൽ നിന്നും അവൻ മുകളിലേക്ക് ഉയരുന്നതുപോലെ തോന്നി. തറയിൽ നിന്നും കാല് പറിഞ്ഞുപോയി. സാവധാനം അവൻ ഉയർന്നുകൊണ്ടിരുന്നു. അവൻ കൈകാലുകളിട്ടടിച്ചു. തേയില ചെടികൾക്ക് തണൽ നൽകുന്ന ഒരു വൃക്ഷത്തിന്റെ ഉയരത്തോളം എത്തിയതായി അവന് അനുഭവപ്പെട്ടു. നിലവിളിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. കഴുത്തിലെ പിടി മുറുകിക്കൊണ്ടിരുന്നു. അവസാനം ആ പിടി പെട്ടെന്നയഞ്ഞു. അവൻ താഴേക്ക് വീണു. അതിവേഗത്തിൽ താഴേക്ക് പാഞ്ഞു വന്ന അവൻ റോഡിൽ തലകുത്തി വീണു. ഒരു ഞരക്കം മാത്രം കറുപ്പുസ്വാമിയിൽ നിന്ന് പുറപ്പെട്ടു. അതോടെ അവന്റെ കഥ അവസാനിച്ചു. പൊന്നിയെയും കൂട്ടി കറുപ്പുസ്വാമി വരുമെന്നുള്ള പ്രതീക്ഷയോടെ രഘുരാമൻ നായർ നിന്നു. വളരെ സമയം കാത്തിട്ടും കാണാത്തതുകൊണ്ട് അയാൾ ടോർച്ച് കൊണ്ട് മുന്നോട്ട് നടന്നു. കണ്ണമ്മാളുടെ വീടിനെ ലക്ഷ്യം വെച്ചാണ് അയാൾ നടന്നത്. പക്ഷേ വഴിയിൽ ആരോ കമിഴ്ന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് പിന്നോട്ട് മാറി. ആരാണെന്ന് അറിയാൻ വേണ്ടി അടുത്തു ചെന്ന് ടോർച്ച് തെളിച്ചു. കറുപ്പുസ്വാമി ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് അയാൾ കണ്ടത്. അയാളുടെ തല ചിതറിക്കിടക്കുന്നു. രഘുരാമൻ നായർ ആകെ പരിഭ്രാന്തനായി. അയാൾക്കൊന്നും മനസ്സിലായില്ല. അവിടെ നിന്നാൽ ആ മരണം തന്റെ പേരിലായേക്കുമെന്ന് കരുതി അയാൾ പിന്തിരിഞ്ഞു നടന്നു. അടുത്ത ദിവസം കറുപ്പുസ്വാമി മരിച്ചുവെന്ന് എസ്റ്റേറ്റ് മുഴുവൻ അറിഞ്ഞു. എങ്ങനെയാണ് അയാൾ മരിച്ചതെന്നും ആരാണ് കാരണക്കാരനെന്നും ആർക്കും പിടികിട്ടിയില്ല. അന്ന് രാത്രി രഘുരാമൻ നായർ ബംഗ്ലാവിലെത്തിയപ്പോൾ ജഗദമ്മായി അതേക്കുറിച്ച് ചോദിച്ചു. പക്ഷേ അയാൾ കൊടുത്ത മറുപടി ഇതായിരുന്നു: എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പൊന്നിയെ വിളിച്ചുകൊണ്ട് വരാൻ കണ്ണമ്മാളുടെ വീട്ടിലേക്ക് ഞാൻ കറുപ്പുസ്വാമി അയച്ചു. പക്ഷേ അയാൾ മടങ്ങി വരാത്തതുകൊണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് അയാൾ മരിച്ചു കിടക്കുന്നതാണ്. ഒരു രൂപവും കിട്ടുന്നില്ല. ഇപ്പോൾ മരണം എത്ര എണ്ണമായി? എന്താണ് ഇതിന് കാരണം? ആരാണ് ഇതിൻ്റെ പിന്നിൽ? അമ്മായി ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഞാനും അത്ഭുതപ്പെടുകയാണ്. പൊന്നിയെ ഞാൻ കൊന്നതാണ്. അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. അവളുടെ ശവം ഞാൻ സെപ്റ്റി ടാങ്കിലെ സ്ലാബിനുള്ളിലാക്കിയതാണ്. പിന്നെ എങ്ങനെ അവൾ എണീറ്റ് വരും? പക്ഷേ നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞത് അവളുടെ പ്രേതത്തെ കണ്ടെന്ന്. ആകെ അത്ഭുതമായി തോന്നുന്നു. അതൊരു പ്രേതമായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്ന മന്ത്രവാദി ആ പ്രേതത്തെ കീഴ്പ്പെടുത്തുമായിരുന്നു. പക്ഷെ അയാൾക്ക് പോലും അതിന് കഴിഞ്ഞില്ല. പിന്നെ എന്താണത്? കേട്ടോ മിസ്റ്റർ നായർ, എനിക്കും ഇതേ അനുഭവമുണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ അവൾ എൻ്റെ മുറിയിൽ വന്നു. എന്നെ ഭീഷണിപ്പെടുത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് നേരിയ ഭയമുണ്ട്. അയാളെക്കാൾ മിടുക്കനായ മന്ത്രവാദിയെ കൊണ്ടുവന്ന് അവളെ ഏതെങ്കിലും കാഞ്ഞിരമരത്തിൽ തറച്ചില്ലെങ്കിൽ എല്ലാവർക്കും അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ആരെയാ കണ്ടെത്തുക? എനിക്കൊരു അഭിപ്രായം തോന്നുന്നു. അയാൾ വിചാരിച്ച കാര്യം തീർച്ചയായും നടക്കും. അയാൾക്കതിന് കഴിവുണ്ട്, അമ്മായി പറഞ്ഞു. ആരാണ്? മലവേടം വിചാരിച്ചാൽ നടക്കും. ഒരു കെട്ട് പുകയിലയും ഒരു കന്നാസ് നിറയെ ചാരായവും കൊടുത്താൽ അയാൾ നമ്മുടെ പിടിയിൽ വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത്, രഘുരാമൻ നായർ പറഞ്ഞു. അതെങ്ങനെയാണ് സാധിക്കുക? പൊന്നിയെയും പൊന്നിയുടെ കുടുംബത്തെക്കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും അറിയാവുന്ന ആളാണ് മലവേടൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ? എന്തുകൊണ്ട് നടന്നുകൂടാ? പൊന്നിയും അവളുടെ കുടുംബവും നശിച്ചല്ലോ. ഇനിയിപ്പോൾ ആരാണുള്ളത്? മലവേടനല്ലേ. പുകയിലും ചാരായവും കിട്ടിയാ വീഴാതിരിക്കുമോ? ശരിയാണ്, ശ്രമിച്ചു നോക്കാം. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ രഘുരാമൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പോവുക. വൈകുന്നേരം ആവുമ്പോൾ ഞാൻ സാധനം അടുപ്പിച്ച് വെക്കാം. 2 കൂലിക്കാരെയും കൊണ്ടുവെക്കോ. അയാൾ അവിടെ കാണുമോ ആവോ? രഘുരാമൻ നായർ എണീറ്റു. എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കോളൂ. അല്പം വീര്യമാകത്തുണ്ടെങ്കിൽ ഭയപ്പെടാതെ പോകാമല്ലോ. ജഗദമ്മായി അകത്തേക്ക് പോയി മദ്യക്കുപ്പിയും ഗ്ലാസുകളും എടുത്തുകൊണ്ട് വന്നു. അവർ ഒന്നിച്ചിരുന്ന് മദ്യം കഴിച്ചു. നമ്മൾ 2 പേരാണ് ഇനി ശേഷിച്ചിരിക്കുന്നവർ, കുടിക്കുന്നതിനിടയിൽ രഘുരാമൻ നായർ പറഞ്ഞു. അതെ, ശരി തന്നെയാണ്. പൊന്നിയും അവളുടെ അമ്മയും അയാളും മരിച്ചു. അതായിരുന്നു നമ്മുടെ ലക്ഷ്യവും. പക്ഷെ ആർക്കും ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരനുഭവം നമുക്ക് വന്നു ചേരുമെന്ന് ആര് കണ്ടു? ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. പൊന്നി മരിച്ചുവെന്നുള്ള വാസ്തവവും നമുക്ക് ദ്രോഹം വരുത്തുന്നത് അവളുടെ പ്രേതവുമല്ല. പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതുതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്, രഘുരാമൻ നായർ ഗ്ലാസ്സിൽ അല്പം കൂടി മദ്യം ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. രാത്രി വളരെ വൈകിയാണ് അയാൾ പോയത്. എസ്റ്റേറ്റ് റോഡിൽ കൂടി ജഗദമ്മായി നൽകിയ ഇരട്ടക്കുഴൽ തോക്കും തോളിൽ വെച്ച് ടോർച്ച് തെളിച്ചുകൊണ്ട് അയാൾ നടന്നു. എന്തെങ്കിലും ഒരു അനക്കം കിട്ടിയാൽ വെടിവെക്കാൻ ഒരുങ്ങിയാണ് അയാൾ നടന്നത്. ഏതായാലും താമസസ്ഥലത്ത് എത്തുന്നവരെ യാതൊരു അപകടവും അയാൾക്ക് സംഭവിച്ചില്ല. അടുത്ത ദിവസം ജഗദമ്മായി പറഞ്ഞതുപോലെ വൈകുന്നേരമായപ്പോൾ അയാൾ മലവേടന് കൊടുക്കാൻ വേണ്ടി പുകയിലയും ചാരായവും 2 കൂലിക്കാരെ കൊണ്ട് ചുമപ്പിച്ചുകൊണ്ട് മല കയറി.
മലവേടനെ കാണുമ്പോൾ ഏത് രീതിയിൽ പെരുമാറണമെന്നും എന്തു പറയണമെന്നും ജഗദമ്മമായി അയാൾ ധരിപ്പിച്ചിരുന്നു. സന്ധ്യയോടുകൂടിയാണ് മലമുകളിലെത്തിയത്. ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ആൽച്ചുവട്ടിൽ കാഴ്ചവസ്തുക്കൾ വച്ച ശേഷം കൂലിക്കാർ പോയി. രഘുരാമൻ നായർ തനിച്ച് മലവേടനെ കാത്തിരുന്നു. രാത്രിയായി. കിഴക്ക് നിലാവുദിച്ചു. ഇരുളുകൊണ്ടുള്ള ഒരു രൂപം പോലെ മലവേടൻ നടന്നു വരുന്നത് അയാൾ കണ്ടു. അയാൾ ആഴ്ചവട്ടത്തിലേക്ക് നടന്നു. ആരാണ് അവിടെ ഇരിക്കുന്നത്? അടുത്തു വന്നപ്പോൾ മലവേടൻ ചോദിച്ചു. ഞാൻ തന്നെയാണ്, എസ്റ്റേറ്റ് റൈറ്റർ. റൈറ്റർ സാർ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ആലിന്റെ പൊന്തി നിന്ന വേരിലിരുന്നു കൊണ്ട് മലവേടൻ ചോദിച്ചു. മലവേടന് വേണ്ടി ഞാൻ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചമ്മ തന്നയച്ചതാണ്. പുകയിലയും ചാരായവും. നേരോ? എവിടെ? ഇതാ. ഇത് വളരെ അധികമുണ്ടല്ലോ. എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? ഞാൻ അല്പം ചാരായം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. രാത്രി കാലങ്ങളിൽ ഞാൻ കുടിക്കാറില്ല. കുടിക്കുന്നത് പകലാണ്. 12 കുപ്പി ചാരായവും മലവേടന്റെ ജീവിതകാലം മുഴുവൻ തിന്നാനുള്ള പുകയിലയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മലവേടന് സന്തോഷമായി. എങ്കിലും അയാൾ ചോദിച്ചു, എന്തിനാണിത്? കാര്യമില്ലാതെ നിങ്ങൾ വരില്ലല്ലോ. നിങ്ങൾ ആദ്യമായിട്ടല്ലേ എന്നെ കാണാൻ വരുന്നത്? അതേ മലവേടൻ, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. ഈ മലയിലെ ആദിവാസികളുടെ നേതാവാണ് നിങ്ങൾ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത മായാജാലങ്ങളില്ല, മാന്ത്രിക വിദ്യകളില്ല. ഞങ്ങൾ മലവാസികളല്ലേ, കുറേയൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതറിയാം. ഈ അവസരത്തിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എസ്റ്റേറ്റിൽ അത്ഭുതകരമായ രീതിയിൽ ചില മരണങ്ങൾ നടന്നു. ആരാണ് ഉത്തരവാദിയെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പോയാൽ എസ്റ്റേറ്റിൽ മനുഷ്യരായി ആരും കാണില്ല. ആരാണെന്നറിയാമോ? അറിഞ്ഞുകൂടാ. ശരി, ഞാൻ അതേക്കുറിച്ച് അന്വേഷിക്കാം. മലവേടനെ സംബന്ധിച്ചിടത്തോളം എസ്റ്റേറ്റിലെ മരണകാര്യങ്ങളെക്കുറിച്ച് അജ്ഞാതമായിരുന്നു. ആരാണത് ചെയ്യുന്നതെന്നും അറിഞ്ഞുകൂടായിരുന്നു. ശരി, ഞാൻ പൊയ്ക്കോട്ടെ. എവിടെയാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സാറ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഏത് സാറ്? എസ്റ്റേറ്റിലെ ആ സാറ്, ഉണ്ണികൃഷ്ണൻ സാറ്. അങ്ങേര് എന്തിനാ ഇവിടെ വരുന്നത്? രഘുരാമൻ ചോദിച്ചു. അങ്ങേര് പൊന്നിയുമായി വലിയ സ്നേഹത്തിലല്ലേ? പാവം പെണ്ണ്. അമ്മയുമില്ല, അച്ഛനെ കണ്ടിട്ട് പോലുമില്ല. ഇനിയിപ്പം അങ്ങേരൊരു തുണയായല്ലോ. എന്ത് നല്ല മനുഷ്യൻ. ആ സാറും പൊന്നിയും ഇവിടെ വരാറുണ്ടോ? പിന്നെ ഇല്ലേ, അവർ എപ്പോഴും വരും, എന്നും വരും. ഈയിടെ എങ്ങാനും വന്നിരുന്നോ? ഇന്നലെയും മിനിഞ്ഞാന്നും അതിനു മുമ്പും വന്നിരുന്നു. രഘുരാമൻ നായർ വീണ്ടും അത്ഭുതപ്പെട്ടു. എന്തുമാവട്ടെ, അയാൾ ചിന്തിച്ചു. മലവേടൻ വരുമ്പോൾ എല്ലാത്തിനും തീരുമാനമുണ്ടാകുമല്ലോ. എപ്പോഴാണ് മലവേടൻ എൻ്റെ കൂടെ വരുന്നത്? പൂജയ്ക്ക് ചില സാധനങ്ങൾ വേണം. അത് ശരിയാക്കി നാളെ ഞാൻ കാത്തിരിക്കാം. നിങ്ങൾ വന്നാൽ മതി, മലവേടൻ അറിയിച്ചു. അന്ന് രാത്രി തന്നെ എല്ലാ വിവരങ്ങളും ജഗദമ്മാമ്മയെ രഘുരാമൻ നായർ അറിയിച്ചു. മലവേടന് മാന്ത്രിക പ്രയോഗം നടത്തുന്നതിന് ഔട്ട് ഹൗസിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അമ്മായി രഘുരാമൻ നായരെ ചുമതലപ്പെടുത്തി. പിന്നെ ഒരു കാര്യം, മലവേടൻ ഇവിടെ വരുന്നത് ആരും അറിയരുത്. നമുക്ക് നാണക്കേടാണ്. ഇല്ല, ആരും അറിയില്ല. സന്ധ്യ കഴിഞ്ഞ് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളി പോലും അറിയരുത്. ശ്രദ്ധിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ? പ്രത്യേകിച്ച് പറയണോ? അടുത്ത നാൾ രഘുരാമൻ നായർ മലമുകളിൽ എത്തിയപ്പോൾ മലവേടൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇരുവരും ആളുകൾ സാധാരണ നടക്കാറില്ലാത്ത വഴിയിൽ കൂടി സഞ്ചരിച്ച് ബംഗ്ലാവിന്റെ അടുത്തുള്ള ഔട്ട് ഹൗസിലെത്തി. ജഗദമ്മാമായി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഹോമദ്രവ്യങ്ങളെല്ലാം എടുത്തു വെച്ച ശേഷം മലവേടൻ പറഞ്ഞു, ഇനി നിങ്ങൾ ആരും ഇവിടെ നിൽക്കരുത്. എല്ലാം അറിഞ്ഞ ശേഷം ഞാൻ വിവരം പറയാം. മലവേടൻ ഹോമദ്രവ്യങ്ങൾ നിരത്തി. അതിന്റെ മുന്നിൽ മലങ്കുർത്തി എന്ന മലദേവയുടെ രൂപം പ്രതിഷ്ഠിച്ചു. അതിനുശേഷം പൂജ ആരംഭിച്ചു. ആരാണതെന്ന് കാണിച്ചു തരൂ. ഹോമകുണ്ടത്തിന് പിന്നിലിരുന്ന മലങ്കുർത്തിയുടെ രൂപത്തോട് മലവേടൻ ചോദിച്ചു. പെട്ടെന്ന് അവ്യക്തമായ ഒരു രൂപം മലവേടന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അത് ക്രമേണ തെളിഞ്ഞു വരികയും ചെയ്തു. വ്യക്തമായ ആ രൂപം കണ്ടപ്പോൾ മലവേടൻ ഞെട്ടിപ്പോയി. ഹോമകുണ്ടത്തിന് പിന്നിൽ പ്രത്യക്ഷപ്പെട്ട രൂപം കണ്ടപ്പോൾ മലവേടൻ പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ പരുങ്ങി. അയാൾ കണ്ടത് മലമുകളിലെ കന്യകാക്ഷേത്രത്തിലെ ദേവിയായിരുന്നു. മലവാസികൾ പൂജിക്കുന്ന ദേവതയായിരുന്നു അത്. ഞാൻ എന്താണ് ഈ കാണുന്നത്? മലവേടൻ ചോദിച്ചു. ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മലവേടൻ പൂജ ചെയ്തത് ആരെ കാണാൻ വേണ്ടിയാണ്? എസ്റ്റേറ്റിലെ കൊച്ചമ്മയ്ക്കും അവരുടെ ബന്ധുജനങ്ങൾക്കും ആപത്തുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അതറിയാൻ വേണ്ടിയാണ് ഞാൻ പൂജ നടത്തുന്നത്, മലവേടൻ പറഞ്ഞു.
അത് ആരാണെന്നറിഞ്ഞാൽ മലവേടൻ എന്തു ചെയ്യാനാണ് ഭാവം? ദേവി ചോദിച്ചു. എൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് പിടിച്ചു കെട്ടി കാഞ്ഞിരമരത്തിൽ തറയ്ക്കും. ഓഹോ, അങ്ങനെ ചെയ്യും അല്ലേ? എങ്കിൽ തറച്ചോളൂ, ഞാൻ പോകുന്നു. എൻ്റെ പൂജയിൽ ദേവി വരാനുള്ള കാരണം അതെന്തുമാകട്ടെ, മലവേടൻ്റെ ജോലി ചെയ്തോളൂ. ദേവി അപ്രത്യക്ഷയായി. പിന്നീട് പലതവണ ഹോമദ്രവ്യങ്ങൾ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും അതിന് പിന്നിൽ ആരും പ്രത്യക്ഷപ്പെട്ട് കണ്ടില്ല. യജ്ഞം നടത്തുന്ന മലവേടന് ദേഷ്യമായി. അയാൾ വാളെടുത്ത് സ്വയം കഴുത്തറുത്ത് ഹോമകുണ്ടത്തിലിടാൻ ഒരുങ്ങി. വീണ്ടും ദേവി പ്രത്യക്ഷപ്പെട്ടു. മലവേടൻ, എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ പൂജാവിധി പൂർണ്ണമാകുന്നില്ല. എങ്കിൽ മലവേടൻ ഈ പൂജ നിർത്തുകയാണ് നല്ലത്. ഇക്കാര്യത്തിൽ വിജയിക്കില്ല. എന്താണത്? ഒക്കെ ഞാൻ പറയാം. പൂജ അവസാനിപ്പിച്ച് മലയിലേക്ക് പോന്നോളൂ. അത് കേട്ടയുടനെ മലവേടൻ തൻ്റെ ഭാണ്ഡം മുറുക്കി ആ രാത്രി തന്നെ അവിടെ നിന്ന് തിരിച്ചു. അയാൾ അവിടെ നിന്ന് പോയത് ആരും അറിഞ്ഞില്ല. രാവിലെ ജഗദമ്മ വന്നു നോക്കിയപ്പോൾ ഔട്ട് ഹൗസിൽ മലവേടനെ കണ്ടില്ല. രഘുരാമൻ നായരെ ആളയച്ച് വിളിപ്പിച്ചു. അയാൾ കാര്യം സാധിച്ചു കഴിഞ്ഞുവെന്ന വിശ്വാസത്തോടെയാണ് വന്നത്. പക്ഷേ അവിടെ വന്നപ്പോൾ അറിഞ്ഞത് മറ്റൊരു വിധത്തിലാണ്. മലവേടൻ പോയിരിക്കുന്നു. പൂജ മതിയാക്കി അയാൾ പോയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അമ്മായി ചോദിച്ചു. അങ്ങനെ പോകാൻ എന്താണ് കാരണം? ഞാൻ അയാൾക്ക് ആവശ്യം പോലെ ചാരായവും പുകയിലയും കൊടുത്തതാണല്ലോ. എന്താണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ അയാൾ പേടിച്ചു പോയതായിരിക്കും. അങ്ങനെയും വരാം. അയാൾക്ക് ഒതുക്കാൻ പറ്റാത്ത ഏതോ പിശാചായിരിക്കും നമ്മളെ ഉപദ്രവിക്കുന്നത്, അമ്മായി പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, പൊന്നിയുടെ പ്രേതമാണെങ്കിൽ മലവേടൻ പിടിച്ചു കിട്ടും. എത്രയോ വലിയ പിശാചുകളെ ബന്ധിച്ചവനാണ് മലവേടൻ. ഒരു പൊടി പെണ്ണിൻ്റെ പ്രേതത്തെ പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ലെന്നോ? ഞാൻ ഒന്നുകൂടി കാണട്ടെ. പക്ഷേ ഞാൻ അന്ന് രാത്രി കണ്ടത് പുന്നിയെ തന്നെയാണ്. അവളെ ബന്ധിക്കാൻ മലവേടന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അത്ഭുതം തോന്നുന്നു. താൻ ഉള്ള കാര്യം തുറന്നു പറയൂ. പൊന്നി തന്നെയാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. അവളുടെ പ്രേതമാണ് കടുവാക്കുട്ടനെയും കറുപ്പുസ്വാമിയെയും കൊന്നത്. ആ വിവരം തെളിച്ചു പറയണം. ഏതായാലും ജന്മത്ത് കിട്ടാത്ത സമ്മാനം അയാൾക്ക് നമ്മൾ കൊടുത്തതല്ലേ. ഞാൻ പറഞ്ഞു നോക്കാം. എങ്കിൽ നാളെ തന്നെ മലവേടനെ പോയി കാണണം. എല്ലാ വിവരം തുറന്നു പറയണം. പറയാം. അടുത്ത നാൾ ഉച്ച കഴിഞ്ഞപ്പോൾ രഘുരാമൻ നായർ മലമുകളിലെ ക്ഷേത്രത്തിനടുത്ത് പോയി. മലവേടനെ അവിടെ കണ്ടില്ല. കാണാൻ അയാൾ കാത്തിരുന്നു. സന്ധ്യയായിട്ടും മലവേടനെ കണ്ടില്ല. കുറേ സമയം കൂടി അവിടെ ഇരിക്കാൻ അയാൾ തീരുമാനിച്ചു. അപ്പോൾ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ മണിയച്ച കേട്ടു. രഘുരാമൻ നായർ ആൾച്ചോട്ടിൽ നിന്ന് എണീറ്റ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. അകത്തുനിന്നാണ് ശബ്ദം. അയാൾ ഇരുന്ന സമയത്ത് ആരും അങ്ങോട്ട് കടന്നുപോയിട്ടില്ല. പിന്നെ ആരാണ് മണിയടിക്കുന്നത്? തുരുതുരെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ക്ഷേത്രത്തിനുള്ളിൽ ഒരിക്കൽ പോലും അയാൾ കയറിയിട്ടില്ല. മണിയടി ഉയരുന്നതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി അയാൾ അകത്തേക്ക് കയറി. ചങ്ങലകളിൽ ഞാന്നു കിടക്കുന്ന അധികം വലുപ്പമില്ലാത്ത മണികൾ അയാൾ കണ്ടു. അവ തനിയെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കെട്ടുപിണയാത്ത രീതിയിൽ അവ ഒരേ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും പരസ്പരം കൂട്ടിമുട്ടുകയും അകലുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു വലിയ കൽവിളക്കിന് ചുറ്റുമായി തിരികൾ കത്തുന്നുണ്ടായിരുന്നു. പ്രകാശമേറിയ തിരികൾ. അവയുടെ പ്രകാശം ഇരുളടഞ്ഞ ഗുഹയെ ചൈതന്യമാക്കിയിരുന്നു. ശ്രീകോവിലിനുള്ളിലേക്ക് അയാൾ നോക്കി. കൽവിളക്കിന്റെ പ്രകാശത്തിൽ അതിനുള്ളിലെ പ്രതിമ കണ്ട് രഘുരാമൻ നായർ ഞെട്ടിത്തരിച്ചു. പൊന്നി, പൊന്നി, അയാളുടെ നാവ് മന്ത്രിച്ചു. പിന്നീട് അയാൾ അവിടെ നിന്നതേയില്ല. അതിവേഗം പുറത്തിറങ്ങി ആൽച്ചോട്ടിലേക്ക് ഓടി. ചെന്ന് നിന്നത് മലവേടന്റെ മുന്നിലായിരുന്നു. സർപ്പത്തിന്റെ തലയുള്ള വടിയും പിടിച്ച് അയാൾ നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിനുള്ളിലെ വിഗ്രഹം ഞാൻ കണ്ടു. അത് മരിച്ചുപോയ പൊന്നിയെ പോലെയാണ്, അയാൾ പറഞ്ഞു. മരിച്ചുപോയ പൊന്നിയോ? പൊന്നി മരിച്ചെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? അവൾ ജീവിച്ചിരിക്കുന്നുവെന്ന് മലവേടൻ എങ്ങനെ അറിയാം? സാറെന്താ ഇങ്ങനെ പറയുന്നത്? ഇന്നലെയും എസ്റ്റേറ്റിലെ ആ കുഞ്ഞുമായി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. എപ്പോഴായിരുന്നു? ഇന്നലെ സന്ധ്യ കഴിഞ്ഞ്. എന്നിട്ട് അവരൊന്നിച്ചാണല്ലോ പോയത്. രഘുരാമൻ നായർ ആകെ കുഴപ്പത്തിലായി. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? മലവേടനെ അവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഒരു പ്രേതത്തെ പിടിക്കാനാണെന്ന് മാത്രം പറഞ്ഞു. പക്ഷെ ആ പ്രേതം ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ കുഴയും. ആരാണത്? സത്യം പറയാം, പൊന്നി മരിച്ചുപോയി. അവളിന്ന് ജീവിച്ചിരിപ്പില്ല. സാർ എന്താണ് പറയുന്നത്? എങ്കിൽ ഞാൻ പറയാം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതവും അത് തന്നെയാണ്. പൊന്നിയുടെ പ്രേതം ഇപ്പോൾ 3 പേരെ കൊന്നിട്ടുണ്ട്. ഇനിയും കൊല്ലാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് അവളെ പിടിച്ചു കെട്ടണമെന്ന് നിർബന്ധിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മലവേടൻ എന്താ ഒന്നും പറയാതെ അവിടെ നിന്ന് തിരിച്ചു പോന്നത്? അവിടെ ഹോമം തുടർന്ന് നടത്താൻ എനിക്ക് കഴിഞ്ഞില്ല.
അതെന്താ അങ്ങനെ? ഞാൻ ഹോമം നടത്തിയിരുന്നപ്പോൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഇവിടുത്തെ ദേവിയായിരുന്നു. കന്യകാദേവിയെ പിടിച്ചു കെട്ടാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഈ ക്ഷേത്രത്തിലുള്ള പ്രതിമ ഞാൻ ഇന്ന് കണ്ടു. ആ പ്രതിമ ആരുടേതാണ്? അത് ദേവി തന്നെയാണ്. ആ ദേവിക്ക് പൊന്നിയുടെ ചായയുണ്ട്. ഉണ്ടായിരിക്കാം. അതെന്താ അങ്ങനെ വരാൻ കാരണം? അതിൻ്റെ കാരണം ഇങ്ങനെയായിരിക്കാം. പൊന്നിയുടെ അമ്മ വളരെ ചെറുപ്പം മുതൽക്കേ ഈ ക്ഷേത്രത്തിലെ പൂജാരിണിയായിരുന്നു. അവരുടെ പണ്ടുള്ള ആളുകളും ഈ ക്ഷേത്രത്തിലെ ദേവിയെ പൂജിച്ചിരുന്നു. ചിലപ്പോൾ അവരുടെ ഭക്തി കാരണം ദേവിയെ പോലുള്ള ഒരു മകളെ അവൾക്ക് കൊടുത്തിരിക്കണം. അതായിരിക്കും അങ്ങനെ തോന്നാൻ കാരണം. അപ്പോ പൊന്നി ജീവിച്ചിരിപ്പുണ്ടെന്നാണോ മലവേടൻ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. ഇനി സാറിന് സംശയമുണ്ടെങ്കിൽ എസ്റ്റേറ്റിൽ നിന്നും ഇവിടെ വരാറുള്ള ആ കുഞ്ഞിനോട് ചോദിച്ചാൽ മതി. അങ്ങേരും പൊന്നിയും തമ്മിൽ വലിയ ഇഷ്ടമാണ്. രഘുരാമൻ നായർ പിന്നീട് ഒന്നും പറഞ്ഞില്ല. അയാൾ ഉത്തരം മുട്ടി നിൽക്കുന്ന വിധത്തിലായിരുന്നു. തന്റെ ഏറ്റവും വലിയ ശത്രുവായ ഉണ്ണികൃഷ്ണനെ കണ്ട് സൂത്രത്തിൽ പൊന്നിയെക്കുറിച്ച് അന്വേഷിക്കാൻ അയാൾ തീരുമാനിച്ചു. രഘുരാമൻ നായർ അവിടെ നിന്ന് പോന്നു. മലവേടനെ കണ്ട വിവരവും അയാളുമായി സംസാരിച്ചതും ജഗദമ്മ അമ്മായിയോട് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ പിണക്കമാണെങ്കിലും ഈ കാര്യം അറിയേണ്ടതാണല്ലോ. അതുകൊണ്ട് പിണക്കം മറച്ചു പിടിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണനുമായി ഒന്ന് സംസാരിക്കുക. ചിലപ്പോൾ പൊന്നി അയാൾ മറച്ചു വെച്ചിട്ടുണ്ടാവും. ബുദ്ധിപരമായി സംസാരിച്ചു നോക്ക്, അമ്മായി പറഞ്ഞു. നിർബന്ധമാണെങ്കിൽ ഞാൻ പോകാം. രഘുരാമൻ നായർ സമ്മതിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അയാൾ ഉണ്ണികൃഷ്ണന്റെ താമസ സ്ഥലത്ത് ചെന്നു. അയാളെ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ പിണക്കം നടിക്കാതെ സ്വീകരിച്ചു. സർ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാർ ആരാണെന്നുമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് വരെ എന്നോട് തോന്നിയിട്ടുള്ള പിണക്കം മാറ്റണം, അയാൾ അടുത്തുകൂടി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ അയാളെ സ്വീകരിച്ചു. എൻ്റെ എസ്റ്റേറ്റിലെ ഒരു ജോലിക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് പിണങ്ങാൻ കഴിയുമോ? ഒരു കാര്യം ഞാൻ പറയാം. ഈ എസ്റ്റേറ്റ് എൻ്റെ സ്വന്തം വകയാണ്. എന്ത്? സാറിൻ്റെ അച്ഛൻ്റെ പെങ്ങളല്ലേ കൊച്ചമ്മ? അതൊരു സങ്കല്പം മാത്രമാണ്. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ ഒരു കാര്യം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ മുത്തച്ഛൻ ഇവർക്ക് കൂടി അവകാശം കൊടുത്തന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ പകുതി അവകാശം എനിക്കാണ്. എനിക്കിഷ്ടമല്ലെങ്കിൽ ബാക്കി പകുതി ഇവർക്ക് കൊടുക്കണമെന്നില്ല. പിന്നെ ആ പെൺകുട്ടിയെ ഓർത്ത് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. സാറിൻ്റെ മനസ്ഥിതി നല്ലതാണ്, അല്ലെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യില്ല. കേട്ടോ രഘുരാമൻ നായരെ, ഞാൻ ഇവിടെ വന്നത് വെറും നേരം പോക്കിനാണ്. ഇവിടെ വന്നപ്പോൾ പലതും ഞാൻ അറിഞ്ഞു. എന്തെല്ലാം സംഭവങ്ങൾ. ജഗദമ്മ അമ്മായിയുടെ ഭർത്താവ് മരിച്ചു. അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്ന സരസ്വതി എന്ന സ്ത്രീ മരിച്ചു. സരസ്വതിയുടെ മകളാണ് പൊന്നി. പൊന്നിയുടെ അച്ഛനാണ് രാഘവൻ തമ്പി. ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ അതിനെതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചില്ല. എന്നാൽ ആ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിലാണ് എനിക്ക് സങ്കടം. അവൾ എന്തു ചെയ്തു? പൊന്നി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സർ. എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. ഇന്നലെയും ഞാൻ പൊന്നിയെ കണ്ടല്ലോ. സാറ് പൊന്നിയെ തന്നെയാണോ കണ്ടത്? എന്താണ് മിസ്റ്റർ രഘുരാമൻ നായർ നിങ്ങൾ എങ്ങനെ കിഴിഞ്ഞു ചോദിക്കുന്നത്? അല്ല, സാറിന് പൊന്നിയെ കാണുമ്പോൾ ഒരു രാത്രി ഇവിടെ കഴിയാമെന്ന് ചോദിക്കണം. എന്താ? പൊന്നി ഇവിടെ കഴിയില്ല. എന്താ നിങ്ങൾക്ക് സംശയം? പൊന്നി ഇവിടെ അന്തി ഉറങ്ങുകയില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മിസ്റ്റർ നായർക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം? പൊന്നി ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് തന്നെ. എന്ത്? നിങ്ങൾ അസംബന്ധം പറയുന്നു. നാളെ രാത്രി പൊന്നി എൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കും. ഒരു വാത് കിട്ടിയതുപോലെ പരസ്പരം സംസാരിച്ചുവെങ്കിലും അത് കഴിഞ്ഞപ്പോൾ രഘുരാമൻ നായർക്ക് എന്തെന്നില്ലാത്ത സംശയവും അസ്വസ്ഥതയും തോന്നി. പൊന്നി മരിച്ചുവെന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. കാരണം അയാൾ തന്നെയാണല്ലോ പൊന്നിയെ കൊന്നത്. അതിനുശേഷം പൊന്നിയുടെ പ്രേതം അയാളെ ഭയപ്പെടുത്തിയിരുന്നു. ജഗദമ്മ അമ്മായിയുടെ ബംഗ്ലാവിൽ എത്തിയതും അയാൾ ഓർമ്മിച്ചു. പക്ഷെ ഉണ്ണികൃഷ്ണൻ പൊന്നിയെക്കുറിച്ച് വളരെ ശക്തിയായിട്ടാണ് സംസാരിച്ചത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? 2 പൊന്നിയുണ്ടോ? എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം? ഏതിനും ഉണ്ണികൃഷ്ണൻ പൊന്നിയെ കൊണ്ടുവരട്ടെ എന്ന് അയാൾ തീരുമാനിച്ചു. അപ്പോൾ കാണാമല്ലോ. പതിവ് പോലെ ഉണ്ണികൃഷ്ണൻ മലമുകളിലേക്ക് പോയി. പൊന്നിയെ കാണുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. ഇത്ര നാൾ പിന്നിട്ട സ്ഥിതിക്ക് അവളെ കൂടി എന്തുകൊണ്ട് തൻ്റെ കൂടെ താമസിപ്പിച്ചുകൂടാ? അയാൾ ചിന്തിച്ചു. താനും പൊന്നിയുമായി ബന്ധമുണ്ടെന്നുള്ള വസ്തുത ഇപ്പോൾ ജഗദമ്മ അമ്മായിക്ക് അറിവുള്ളതാണ്. സത്യത്തിൽ താൻ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ മലമുകളിലെത്തി. അന്ന് ക്ഷേത്രത്തിൽ ഏതോ വിശേഷ ദിവസമായിരുന്നു. മലവർഗക്കാർ, പുരുഷന്മാരും സ്ത്രീകളും അടക്കം നല്ല കൂട്ടം അവിടെ കാണപ്പെട്ടു. ഉണ്ണികൃഷ്ണനെ കണ്ടപ്പോൾ അവരെല്ലാവരും ആദരവോടെ നോക്കി. മലവർഗക്കാരുടെ രാജാവായ മലവേടൻ ഉണ്ണികൃഷ്ണന്റെ അടുത്ത് വന്നു.
ഞങ്ങളെല്ലാവരും സാറിന് കാത്തിരിക്കുകയായിരുന്നു. ഇന്നിവിടെ ദേവിയുടെ പിറന്നാൾ കൊണ്ടാടലാണ്. ഓഹോ, ദേവിക്ക് പിറന്നാളുണ്ടോ? ഉണ്ട്, തീർച്ചയായും. മകൻ നാളിലാണ് ദേവി പിറന്നത്. എന്ന് വെച്ചാ ദേവി ഉണ്ടായത്. ഉണ്ണികൃഷ്ണനെ മലവേടൻ ആൽത്തറയിൽ ആദരിച്ചിരുത്തി. തേനടയും പഴവർഗ്ഗങ്ങളും ചേർത്ത് ആറ്റിയെടുത്ത ഒരു തരം മദ്യവും അയാൾക്ക് വേണ്ടി അവിടെ കൊണ്ടുവച്ചു. ഇത് കഴിച്ചു നോക്കൂ, ബഹുവിശേഷമാണ്. പലതരത്തിലുള്ള മരുന്നുകളും ചേർത്തുണ്ടാക്കിയ മദ്യമാണിത്. ഞാനങ്ങനെ മദ്യം ഉപയോഗിക്കാറില്ലല്ലോ. പട്ടണത്തിലെ ആളുകൾ ഉപയോഗിക്കുന്ന വിഷമല്ല ഇത്. ഏതായാലും സാറിന് ദോഷപ്പെട്ടത് ഞങ്ങൾ തരികില്ലല്ലോ. സാറ് കഴിച്ചു നോക്ക്. അതെനിക്ക് അറിയാം, നിങ്ങൾക്കെല്ലാം എന്നോട് വളരെ സ്നേഹമാണ്. എങ്കിലും ഇത് കഴിച്ചു നോക്ക്. മലവേടൻ കാട്ടുചുരക്കയുടെ തൊണ്ടയിൽ സൂക്ഷിച്ചിരുന്ന രക്തനിറത്തിലുള്ള മദ്യം മറ്റേതോ ഫലത്തിന്റെ ചിരട്ടയുടെ ആകൃതിയിലുള്ള തോടിൽ ഒഴിച്ചു കൊടുത്തു. ഉണ്ണികൃഷ്ണൻ അത് രുചിച്ചു നോക്കി. യാതൊരു കലർപ്പുമില്ലാത്ത രുചികരമായ ഒരു പാനീയമായിരുന്നു അത്. ഒന്ന് രണ്ട് കവിൾ കുടിച്ച് കൂടെ തേനടയും തിന്നു. ഒരു പ്രത്യേക ഉന്മേഷം കൈവന്നതുപോലെ ഉണ്ണികൃഷ്ണൻ തോന്നി. ആ സമയം കന്യകാദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി ആട്ടവും പാട്ടും നടക്കുന്നുണ്ടായിരുന്നു. അവർ തന്നെ നിർമ്മിച്ച ചില വാദ്യോപകരണങ്ങൾ പിന്നണി നൽകി അവരുടെ ഗാനം ആ മലമുകളിൽ ഒഴുകിക്കൊണ്ടിരുന്നു. അപരിഷ്കൃതമായ അവരുടെ ഇടയിൽ ഇത്ര മനോഹരമായ ശബ്ദങ്ങൾ നെയ്തെടുക്കുന്ന വാദ്യോപകരണങ്ങൾ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ അതിശയിച്ചു നിന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ അന്നൊരിക്കൽ കണ്ടതുപോലെ അവിടെവിടെയായി പന്തങ്ങൾ കത്തി. ഇടയ്ക്കിടെ തെള്ളിപ്പൊടി എറിയുമ്പോൾ അവയിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. ആട്ടവും പാട്ടും മുറുകി വന്നു. അതോടൊപ്പം ഉണ്ണികൃഷ്ണന്റെ തലച്ചോറിൽ മദ്യത്തിന്റെ ലഹരി ഒരു പുത്തൻ ആനന്ദം വിടർത്തിക്കൊണ്ടിരുന്നു. ക്രമേണ അയാളുടെ മുന്നിൽ ആ പാട്ടും നൃത്തവും ഒരു അത്ഭുത ലോകം സൃഷ്ടിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ മയങ്ങിപ്പോയി. പരിസരത്തുള്ള ശബ്ദവും താളവും അയാളുടെ ബോധം മനസ്സിൽ നിന്നും അകന്നകന്നു പോയി. എത്ര സമയം അവിടെ കിടന്നുവെന്ന് അയാൾക്ക് നിശ്ചയമില്ലായിരുന്നു. ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഉണർന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ പൊന്നി നിൽക്കുന്നു. ആ പ്രദേശത്ത് മറ്റാരുമില്ല. എങ്ങും നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു. എന്താ, ഉറങ്ങിപ്പോയോ? അവൾ ചോദിച്ചു. ഒരു മയക്കം പോലെ തോന്നി. ഞാൻ ഉറങ്ങിപ്പോയി. എനിക്കറിയാം. മലവേടൻ കഴിക്കാൻ എന്തോ തന്നു അല്ലേ? അതെ, അയാൾ രസകരമായ ഒരു തരം മദ്യവും തേനടയും തന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. പിന്നെ ഇവിടെ കിടന്ന ഭയപ്പെടാനില്ല. ക്ഷേത്രത്തിനടുത്തായതുകൊണ്ട് ആരും ഉപദ്രവിക്കില്ല. ഏതായാലും ഇപ്പോൾ അത്ഭുതം തോന്നുന്നു. ഇത്രയും സമയം എങ്ങനെ ഇവിടെ കിടന്നുവെന്ന്. പാട്ടും നൃത്തവും അവസാനിച്ചപ്പോൾ മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. എത്ര സമയം അതുണ്ടായിരുന്നു? രാത്രി 12 മണി വരെ. ഓഹോ, മണി ഇപ്പോൾ എത്രയായി? 2 മണി കഴിഞ്ഞു. അയ്യോ, അത്രയ്ക്ക് സമയമായോ? ഞാനത് ഒരിക്കലും വിചാരിച്ചില്ല. എന്താ, ഭയം തോന്നുന്നോ? അവൾ ചോദിച്ചു. അതുകൊണ്ടല്ല, ഇന്ന് രാത്രി പൊന്നി എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ രഘുരാമൻ നായർക്ക് വാക്കു കൊടുത്തിരുന്നു. എന്തിനാണ് അങ്ങനെ വാക്കു കൊടുത്തത്? അപ്പോഴങ്ങനെ തോന്നി. പൊന്നി എന്നോടൊപ്പം കഴിയുന്നത് പലർക്കും വിശ്വസിക്കാനാക്കുന്നില്ല. പൊന്നി പാവമാണ് അല്ലേ? അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറയുന്നത്. അതെ അതെ, അതുകൊണ്ടായിരിക്കണം. തണുത്ത കാറ്റടിച്ചുകൊണ്ടിരുന്നു. അതുവരെ ചലിക്കാതെ നിന്നിരുന്ന വൃക്ഷങ്ങളുടെ ഇലകൾ മർമ്മരം പുറപ്പെടുവിച്ചു. കാറ്റ് ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതുപോലെ തോന്നി. ഇവിടെ ഇങ്ങനെ നിന്നാലോ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ശരിയാണ്, നിങ്ങളൊക്കെ വലിയ ആളുകളാവുമ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാ കിടക്കുന്നത്? അത് പൊന്നിക്ക് തോന്നുകയാണ്. ഏത് പരിസ്ഥിതിയിൽ ജീവിക്കാനും എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ തളത്തിൽ കഴിഞ്ഞാലോ? ഇനിയിപ്പോ രാത്രിയിൽ പോവണ്ട. അങ്ങനെയല്ല, നമുക്ക് പോകാം. ഞാനും വരണോ? വേണം, തീർച്ചയായും വരണം. കൂരിരുട്ടിലൂടെ അവർ നടന്നു. പൊന്നിയാണ് മുമ്പിൽ നടന്നത്. ഓരോ കാൽവെപ്പും അവളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ലെന്ന് തോന്നി. ഇരുളായതുകൊണ്ട് ഉണ്ണികൃഷ്ണന് നിശ്ചയം പോരായിരുന്നു. ഭയക്കേണ്ട, എൻ്റെ കയ്യിൽ പിടിച്ചോളൂ. പൊന്നി നടന്നോ, ഞാൻ പിന്നാലെയുണ്ട്. അവർ എസ്റ്റേറ്റ് പാതയിൽ പ്രവേശിച്ച് ഉണ്ണികൃഷ്ണന്റെ താമസ സ്ഥലത്തേക്ക് നടന്നു. എങ്ങും കൂരിരുട്ടാണ്. കണ്ണിൽ കുത്തിയാൽ പോലും അറിയില്ല. മുന്നിൽ എന്താണെന്ന് പോലും വ്യക്തമല്ല. അങ്ങനെയുള്ള അന്ധകാരത്തിലൂടെ പൊന്നിയും ഉണ്ണികൃഷ്ണനും നടന്നു. ഉണ്ണികൃഷ്ണന്റെ താമസ സ്ഥലത്തെത്തിയപ്പോൾ പൊന്നി നിന്നു. എന്താണ്? അയാൾ ചോദിച്ചു. അവിടെ ആരൊക്കെയോ പതിയിരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കാം, പൊന്നി പറഞ്ഞു. വേണ്ട, ഞാൻ പോകാം. പൊന്നി ഇവിടെ നിന്നോളൂ. അങ്ങനെയല്ല, അവർ 6-7 പേരുണ്ട്. അവരുടെ കയ്യിൽ ആയുധങ്ങളുമുണ്ട്. അതെങ്ങനെ പൊന്നി അറിഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എത്ര രാത്രിയാണെങ്കിലും കാണാൻ കഴിയും. ഏത് പാറക്കെട്ടിൽ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കും. എങ്കിലും അങ്ങോട്ട് പോകണ്ട. ഉണ്ണികൃഷ്ണൻ പറയുന്നത് വകവയ്ക്കാതെ പൊന്നി മുന്നോട്ട് നടന്നു.
ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് നടക്കാൻ ഭാവിച്ചെങ്കിലും ഏതോ അദൃശ്യ ശക്തി പിന്നോട്ട് വലിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. അയാൾ അവിടെ തന്നെ നിന്നു. പൊന്നി കെട്ടിടത്തിന്റെ വാതിൽക്കൽ എത്തിക്കാണും. അപ്പോൾ വടികൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ടു. ഒപ്പം ലോഹങ്ങൾ കൂട്ടിയുരുമുന്ന ശബ്ദവും. ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് ഓടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എന്താണിത്? തനിക്ക് എന്തു പറ്റി? വളരെ പെട്ടെന്ന് അവിടെയുണ്ടായ ശബ്ദവും അവസാനിച്ചു. എല്ലാം നിലച്ചപ്പോൾ ഉണ്ണികൃഷ്ണന് പോകാമെന്നായി. വീടിന്റെ വാതിൽക്കൽ പൊന്നി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ? എന്തു പറ്റി? പൊന്നിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഇല്ല, അവർ തമ്മിൽ തമ്മിൽ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും അടിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഉണ്ണികൃഷ്ണൻ വാതിൽ തുറന്ന് അകത്ത് ലൈറ്റിട്ടു. പൊന്നി പറഞ്ഞത് ശരിയായിരുന്നു. അവിടെ ഉണ്ണികൃഷ്ണന് അറിഞ്ഞുകൂടാത്ത 4-5 പേർ കിടക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം ഇവിടെ ഇട്ടാൽ എങ്ങനെയാ? പൊന്നി ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം. എന്നോട് താല്പര്യമുള്ള കുറെ തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. അവരെ വിളിച്ചോണ്ട് വന്ന് ഇതിനെയൊക്കെ പൊക്കിയെടുത്ത് ആറ്റിലിടാം. അത് മതി. ഉണ്ണികൃഷ്ണൻ ലയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് 4-5 തൊഴിലാളികളെ വിളിച്ചുകൊണ്ടുവന്നു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ അവിടെ കിടന്നിരുന്ന ആളുകളുടെ ശരീരങ്ങൾ നീക്കം ചെയ്തു. എന്തിനായിരിക്കും അവരിവിടെ വന്നത്? അകത്ത് കയറുമ്പോൾ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഇനിയിപ്പോ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരയച്ചുവോ അവൻ നാളെ അത് മനസ്സിലാക്കിക്കൊള്ളും. പിറ്റേന്ന് രഘുരാമൻ നായർ ബംഗ്ലാവിലെത്തി. ജഗദമ്മ അമ്മായിയോട് പുഴയിലെ മൃതദേഹങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അവനെക്കൊണ്ട് അവരെയൊക്കെ നേരിടാൻ പറ്റുമോ? ഇതിലെന്തൊക്കെയോ മറിമായങ്ങളുണ്ട്. ഒന്നുകിൽ ഏതോ ഒരു മന്ത്രശക്തി ഇതിന് പിന്നിലുണ്ട്, അല്ലെങ്കിൽ പൊന്നിയുടെ പ്രേതം പ്രതികാരത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ശരിയായിരിക്കും, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ ഒരു സംശയം എനിക്കുണ്ട്. എന്ത് സംശയം? പൊന്നിയുടെ പ്രേതമാണെങ്കിൽ ഞാൻ വളരെ വിദഗ്ധനായ ഒരു മന്ത്രവാദിയെയാണ് കൊണ്ടുവന്നിരുന്നത്. അയാളുടെ പിടിയിൽ ഒരിക്കലും ഒതുങ്ങാതിരിക്കില്ല. ഇതിൽ അത്ഭുതമായി തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ ദിവസവും വൈകുന്നേരം മലമുകളിലെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ പൊന്നിയുമുണ്ട്. അതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതെ, അത് ശരിയാണ്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഉണ്ണികൃഷ്ണനെയും പൊന്നിയെയും നമുക്ക് ആ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുപിടിക്കണം. ആ മലയുടെ മുകളിൽ വെച്ച് അവസാനിപ്പിക്കുകയും വേണം. കൊള്ളാം, അതൊരു നല്ല ആശയമാണ്. നാളെ വൈകുന്നേരം അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി ഞാൻ മലമുകളിലെ ക്ഷേത്രത്തിലുണ്ട്, രഘുരാമൻ നായർ പറഞ്ഞു. അതനുസരിച്ച് അയാൾ പിറ്റേ ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോൾ 4-5 പേരെ കൂട്ടി മലമുകളിലേക്ക് തിരിച്ചു. പൊന്നിയെയും ഉണ്ണികൃഷ്ണനെയും മലമുകളിലെ ക്ഷേത്രത്തിൽ വെച്ച് അപായപ്പെടുത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ രഘുരാമൻ നായരും അയാളുടെ പിന്നണിയാളുകളും കൂടി പോയത്. സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ സന്ധ്യ കഴിഞ്ഞപ്പോൾ പൊന്നിയെ കാണുവാൻ പോയി. ഇത്തവണ അവൾ എത്ര എതിർത്താലും കൂട്ടിക്കൊണ്ടുവരണമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. അവളെക്കുറിച്ചുള്ള കഥകളെല്ലാം തനിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് അവളെ വിവാഹം കഴിച്ചുകൂടാ എന്ന് അയാൾ ചിന്തിച്ചു. താനും അവളും തമ്മിൽ ഇഷ്ടമാണെന്ന് എസ്റ്റേറ്റിലുള്ള മിക്കവർക്കും അറിയാം. ജഗദമ്മായിക്ക് താൻ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് തീർച്ചയുണ്ട്. ഒരുപക്ഷെ എസ്റ്റേറ്റിൽ വന്നത് തന്നെ പൊന്നിക്ക് വേണ്ടിയായിരിക്കാം. വന്നതിന് ശേഷം എന്തെല്ലാം അറിഞ്ഞു? അമ്മായിയുടെ ഭർത്താവ് രാഘവൻ തമ്പി കൊല്ലപ്പെട്ടു. അദ്ദേഹം സ്നേഹിച്ചിരുന്ന സരസ്വതി മരിച്ചു. മകൾ മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു. അതാണല്ലോ പൊന്നി. ഇനി ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല. പൊന്നിയും കൂട്ടി നാട്ടിലേക്ക് പോവുക തന്നെ. മേലിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പൊന്നിയോട് തുറന്നു പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകണമെന്നുള്ള തീരുമാനത്തോടെ ഉണ്ണികൃഷ്ണൻ മല കയറി. മലമുകളിലെത്തിയപ്പോൾ പൊന്നിയെ കണ്ടില്ല. എന്താണ് അവൾ വരാത്തത്? അയാൾ ആലോചിച്ചു. ക്ഷേത്രത്തിന് ചുറ്റും അകത്തും പൊന്നിയെ വിളിച്ചുകൊണ്ട് അയാൾ നടന്നു. അവസാനം ദേവിയുടെ മുന്നിലെത്തി. ദേവിയുടെ പ്രതിഷ്ഠ അവിടെ തന്നെയുണ്ട്. അയാൾ ആ പ്രതിഷ്ഠയിലേക്ക് നോക്കി നിന്നു. ആ പ്രതിമ പൊന്നിയെപ്പോലെ തന്നെ ഇരിക്കുന്നു. പണ്ടും അതിന് അതേ ചായ തന്നെയായിരുന്നു. എങ്കിലും ഇന്ന് അതിന് കുറെ കൂടി ചൈതന്യം വന്നതുപോലെ ഉണ്ണികൃഷ്ണന് തോന്നി. ഇപ്പോ അത് ശരിക്കും പൊന്നി തന്നെ. പൊന്നി? ഉണ്ണികൃഷ്ണൻ മന്ത്രിച്ചു. ഞാൻ പൊന്നിയല്ല, ദേവിയാണ്. ആ ശില സംസാരിക്കുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ തോന്നി. അയാൾ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. ഞാൻ സ്വപ്നം കാണുകയാണോ? ആ ശില ചലിക്കുന്നു. അതിൻ്റെ കൺപോളകൾ അടച്ചു തുറക്കുന്നു. കവിൾത്തടങ്ങൾ അരുണാഭമായിരിക്കുന്നു. എന്താണിത്? ഉണ്ണികൃഷ്ണൻ ചുറ്റും നോക്കി. താൻ ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്നോട് സംസാരിച്ചുവോ? ഉണ്ണികൃഷ്ണൻ ദേവിയോട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ് സംസാരിച്ചത്. ദേവിയുടെ അതരം ചലിച്ചു. ഇത് സത്യമാണോ? അയാൾ ചോദിച്ചു. സംശയിക്കേണ്ട, ദേവി മറുപടി പറഞ്ഞു. അപ്പോ പൊന്നി എവിടെ?
ഉണ്ണികൃഷ്ണൻ വിനയത്തോട് ചോദിച്ചു. പൊന്നി ജീവിച്ചിരിപ്പില്ല, അവൾ മരിച്ചുപോയി. ഇല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പൊന്നി മരിച്ചുപോയെന്നോ? എന്താണീ പറയുന്നത്? ഇന്നലെ വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ പതർച്ചയോടെ പറഞ്ഞു. ഉണ്ണി, ഞാൻ പറയുന്നത് സത്യമാണ്. പൊന്നിയെ അവൻ കൊന്നു. അച്ഛനും അമ്മയും മകളും മരിച്ചപ്പോൾ ഒരു ശിലയായി ഇവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. എന്താണ് പറയുന്നത്? ഉണ്ണികൃഷ്ണൻ ദേവീശില നിൽക്കുന്ന പടിക്കെട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ തുനിഞ്ഞു. അവിടെ നിൽക്കൂ, അവിവേകം കാണിക്കരുത്, ദേവി ആജ്ഞാസുരത്തിൽ പറഞ്ഞു. അത് കേട്ട് ഉണ്ണികൃഷ്ണൻ പിന്മാറി പഴയ സ്ഥാനത്ത് നിന്നു. ദേവി ഒരു ശിലയല്ലേ, എങ്ങനെ മനുഷ്യ സ്ത്രീ ആവാൻ കഴിയും? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് എല്ലാവരും എന്നെ പൂജിക്കുന്നത്? എൻ്റെ പേരിൽ നേർച്ച നടത്തുന്നത് എന്തിന്? എൻ്റെ പേരിൽ ഉത്സവം നടത്തി ബലി നൽകുന്നത് എന്തിന്? ഇതൊക്കെ എന്നിൽ വിശ്വാസമർപ്പിച്ചല്ലേ ചെയ്യുന്നത്. അതിന് ഞാൻ പ്രത്യുപകാരം ചെയ്തില്ലെങ്കിൽ എന്തിനെവിടെ നിൽക്കുന്നു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴും താനൊരു സ്വപ്നലോകത്താണെന്നാണ് ഉണ്ണികൃഷ്ണന് തോന്നിയത്. എനിക്ക് വേണ്ടി ക്ഷേത്രം പണിത് പൂജിച്ച കുടുംബമാണ് പൊന്നിയുടെ അമ്മയും പൂർവികന്മാരും. രാഘവൻ തമ്പിയും പൊന്നിയുടെ അമ്മ സരസ്വതിയും തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രേമത്തിലാകുന്നതും ഇവിടെ വെച്ചായിരുന്നു. ഗർഭിണിയായ സരസ്വതി ആഗ്രഹിച്ചത് എന്നെപ്പോലെ ഒരു കുട്ടി ഉണ്ടാകണമെന്നായിരുന്നു. അതിനുവേണ്ടി അവർ നേർച്ചയും കാഴ്ചയും വെച്ചു. പൊന്നിക്ക് എൻ്റെ രൂപമായിരുന്നു. ദേവി പറയുന്നത് ഉണ്ണികൃഷ്ണൻ കേട്ടുനിന്നു. ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ശക്തിയായ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതിഭയങ്കരമായ കാറ്റ്. വൃക്ഷങ്ങൾ അങ്ങിങ്ങായി കടപുഴകി വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. പാറക്കെട്ടുകളുടെ വിള്ളലുകളും ദ്വാരങ്ങളിലും കൂടി കടന്നു പോകുന്ന കാറ്റിന് ചൂളം വിളിക്കുന്ന ശബ്ദമുണ്ടായിരുന്നു. രാഘവൻ തമ്പിയെ അവർ കൊന്നു. കൊന്നത് അവരുടെ മോശമായ ജീവിതത്തിന് വേണ്ടിയായിരുന്നു. പൊന്നി ജനിച്ചു കഴിഞ്ഞപ്പോൾ സരസ്വതിയെയും അവർ കൊല്ലുകയായിരുന്നു. അപ്പോൾ ദേവിക്ക് അവരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. രണ്ടും സംഭവിച്ചത് ഇവിടെ ഉത്സവം നടക്കുമ്പോഴായിരുന്നു. ഉത്സവത്തിന് തിറ ഉറഞ്ഞു തുള്ളുമ്പോൾ ഞാൻ അതിലുണ്ടായിരിക്കും. എനിക്ക് മറ്റെങ്ങും പോകാൻ സാധ്യമല്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് അവർ രണ്ടുപേരും മരണമടഞ്ഞത്. അപ്പോൾ പൊന്നി മരിക്കുമ്പോൾ ദേവി എവിടെയായിരുന്നു? അപ്പോഴും ഞാൻ അതറിയാനുള്ള സാഹചര്യത്തിലല്ലായിരുന്നു. പൊന്നിയെ ആരാണ് കൊന്നത്? രഘുരാമൻ അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. പൊന്നിയെ അയാൾ കൊന്ന് മറവ് ചെയ്യുകയായിരുന്നു. കാറ്റ് അപ്പോഴും അലയടിച്ചു കൊണ്ടിരുന്നു. പൊന്നിയെ ഇവിടെ കാണാതാവുമ്പോൾ നിങ്ങൾ നാട് വിട്ടു പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊന്നിയായി നിങ്ങളുടെ മുന്നിൽ വന്നു. 2-3 തവണ അവർ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഞാൻ രക്ഷിച്ചു. പിന്നീട് പ്രതികാരം വീട്ടണമെന്നുള്ള ചിന്തയിലായിരുന്നു. നിങ്ങളെ വെടിവെച്ച് കൊല്ലാൻ വന്ന മാർക്കണ്ഡനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച എല്ലാവരെയും ഞാൻ കൊന്നു. ഇപ്പോൾ പുറത്ത് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൽ ബംഗ്ലാവ് ഇടിഞ്ഞു വീണ് ജഗദമ്മയും അവരുടെ മകളും മരിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ പുറത്തേക്ക് നോക്കി. ശക്തിയോടെ കാറ്റ് വീശുന്നത് കാണാം. വൃക്ഷക്കൊമ്പുകൾ ആടി ഉലയുന്നുണ്ട്. ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഒരു നാടും നഗരവും നശിപ്പിച്ച കണ്ണകിയുടെ കഥ. അവിടെയും കണ്ണകിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പൊന്നി മരിച്ചുവെന്നറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണ നിരാശയായി. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്ത പെൺകുട്ടിയായിരുന്നു പൊന്നി. എല്ലാവരാലും വെറുക്കപ്പെട്ടവളായിരുന്നു അവൾ. നിഷ്കളങ്കതയുടെ പര്യായമായിരുന്നു അവൾ. എന്നെ സ്നേഹിച്ച ഒരു വംശമാണ് നശിച്ചത്. എനിക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവരെ നശിപ്പിച്ചവരോട് ഇഞ്ചിഞ്ചായി പ്രതികാരം ചെയ്യുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഈ സമയം പുറത്ത് ശ്രീകോവിലിന് നേരെ രഘുരാമൻ നായരും അയാളുടെ പിന്നണി ആളുകളും വന്നു നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ കണ്ടു. രഘുരാമൻ നായർ ഹെഡ്ലൈറ്റ് തെളിച്ചു. ആ പ്രകാശം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു വന്നു. ശക്തിയേറിയ ആ വെളിച്ചത്തിൽ ഉണ്ണികൃഷ്ണനും ദേവി പ്രതിമയും തെളിഞ്ഞു കണ്ടു. രഘുരാമൻ നായർ ഉണ്ണികൃഷ്ണന്റെ നേരെ തോക്കു ചൂണ്ടി. പെട്ടെന്ന് ദേവിയുടെ കയ്യിലിരുന്ന ശൂലം പാഞ്ഞു ചെന്ന് രഘുരാമൻ നായരുടെ കഴുത്തിൽ തറച്ചു. ഒരലർച്ചയോടെ അയാൾ മറിഞ്ഞു വീണു. ആ കാഴ്ച കണ്ട് അയാളുടെ പിന്നണിയാളുകൾ അലറി വിളിച്ചുകൊണ്ട് ഓടി. സ്ഥലം പരിചയമില്ലാതിരുന്ന അവർ വടക്കുവശത്തുള്ള തൂക്കായ പാറക്കെട്ടിൽ നിന്നും പതിച്ചു. എല്ലാം അവസാനിച്ചു. ദേവിയുടെ അതരം ചലിച്ചു. പൊന്നിയെ എനിക്കിനി കാണാൻ കഴിയില്ലേ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. അതിന് മറുപടിയില്ലായിരുന്നു. ഉണ്ണികൃഷ്ണൻ വീണ്ടും വീണ്ടും ചോദിച്ചെങ്കിലും
ദേവി പ്രതിമയിൽ നിന്നും യാതൊരു മറുപടിയും ഉണ്ടായില്ല. അത് പഴയതുപോലെ ശിലയായി മാറിക്കഴിഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ കാറ്റ് നിലച്ചിരുന്നു. ആൽവൃക്ഷത്തിന്റെ ഇലകൾ പോലും ചലിക്കാതെ നിന്നു. അയാൾ അകത്തേക്ക് നോക്കി. ക്ഷേത്രത്തിന്റെ ഉൾവശം ഇരുട്ടാണ്, ഒന്നും കാണാൻ വയ്യായിരുന്നു. അപ്പോൾ ഇത്ര കാലം തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ദേവിയായിരുന്നു. കന്യകയായ ദേവി പൊന്നിയായി മാറി തന്നെ സ്നേഹിച്ചു. ഈ കുന്നിൻ മുകളിലും കൽപ്പടവുകൾ ചവിട്ടിക്കയറിയും തന്നോടൊപ്പം നടന്നു. ദേവി ഒരു മനുഷ്യ സ്ത്രീയായി മാറി തന്നോടൊപ്പം കഴിഞ്ഞു. പക്ഷേ തനിക്ക് മാത്രമേ ഈ തോന്നലുണ്ടായിരുന്നുള്ളൂവോ? അതോ അത് വെറും മായയായിരുന്നുവോ? കൽപ്പടവുകൾ ഇറങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ തിരിഞ്ഞു നോക്കി. ആകാശത്ത് നിലാവുണ്ട്. കുന്നിൻ മുകളിൽ മഞ്ഞ വെളിച്ചം പരന്നു കിടക്കുന്നു. അവിടെ ഒരു നിഴൽ പോലെ ക്ഷേത്രവും അതിനടുത്ത് കൂറ്റൻ ആൽവൃക്ഷവും നിൽപ്പുണ്ട്. എല്ലാം നിശ്ചലമാണ്. ഉണ്ണികൃഷ്ണൻ തിരിഞ്ഞു നടന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു നോവലുമായി നാളെ കാണാം. നന്ദി.